السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് പടച്ചവന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നാം അധിവസിക്കുന്ന പ്രപഞ്ചത്തിന് ഒരു ആരംഭവും അതിനൊരു വളർച്ചയും അതിനൊരു അവസാനവും ഉണ്ട്. പ്രപഞ്ച നാശത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് മുമ്പായി ഈ ലോകത്ത് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും അടയാളങ്ങളെയും കുറിച്ച് പരിശുദ്ധ ഖുർആനിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ 18-ാമത്തെ വചനത്തിൽ അള്ളാഹു അത് കൃത്യമായി പറയുന്നുണ്ട്. ഫഹൽ യൻളുറൂന ഇല്ല സ്സാഅത അൻ തഅതിയഹും ബഗ്തഹ. ഫഹൽ യൻളുറൂന, അവർ കാത്തിരിക്കുന്നുണ്ടോ, ഇല്ല സ്സാഅത, അന്ത്യദിനത്തെ അല്ലാതെ, അൻ തഅതിയഹും, അന്ത്യദിനന്മാർക്ക് വരുന്നതിനെ അല്ലാതെ, ബഗ്തത്തൻ, വളരെ പെട്ടെന്ന്, അന്ത്യദിനം അവർക്ക് വരുന്നതിനെ അല്ലാതെ മറ്റെന്താണ് അവർ കാത്തിരിക്കുന്നത്, അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഫഖദ് ജാഅ അശ്റാത്തുഹ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ ഇതാ അവർക്ക് വന്നെത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഫഖദ് ജാഅ, വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കഴിഞ്ഞ കാല ക്രിയയാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ മറ്റിടങ്ങളിലും ഇങ്ങനെ കഴിഞ്ഞ കാലക്രിയ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫഖദ് ജാഅ അശ്റാത്തുഹ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്, അതിൻ്റെ അലാമത്തുകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിക്കുമ്പോൾ അതിനെ 3ആയിട്ട് വിഭജിക്കാൻ സാധിക്കും. ഒന്ന്, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞുപോയ അടയാളങ്ങൾ. മറ്റൊന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ. മൂന്നാമത്തേത്, ഇനി വരാൻ പോകുന്ന അടയാളങ്ങളാണ്. വന്നു കഴിഞ്ഞ അടയാളങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമാണ്. ലോകാരംഭം മുതൽ ആരംഭിച്ച പ്രവാചക ശൃംഖലയുടെ പൂർത്തീകരണമായിട്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇനിയൊരു പ്രവാചക നിയോഗമില്ല. വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബോയിസ്തു അനവസാഅത്തക്കാഹാത്തെ, ഞാനും അന്ത്യദിനവും ഈ രൂപത്തിലാണ് അയക്കപ്പെട്ടിട്ടുള്ളത്, നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ പ്രവാചകൻ ശൃംഖലയുടെ, ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചക ശൃംഖലയുടെ പരിസമാപ്തിയെ കുറിച്ചുകൊണ്ട് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം അത് അന്ത്യദിനത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം. പ്രവാചകൻ്റെ മരണത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഔഫ് ഇബ്നു മാലിക് അൽ അശ്അരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, തബൂക്ക് യുദ്ധത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൈമയിൽ ഞാൻ പോയി പ്രവാചകനുമായി സംസാരിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആദ്യത് സിത്തൻ ബൈന യദൈ സാഅത്ത്, അന്ത്യദിനത്തിന് മുമ്പായി വരുന്ന 6 അടയാളങ്ങൾ എന്നെ എണ്ണിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞത് മൗത്തി, എൻ്റെ മരണമാണ്. പ്രവാചകൻ്റെ മരണം എന്നുള്ളത് പ്രവാചക നിയോഗം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ്റെ മരണത്തോടു കൂടി ലോകത്ത് പ്രവാചക ശൃംഖലയുടെ ആരംഭം മുതൽ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരുന്ന, വഹിയുമായി ഇറങ്ങി വന്നിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇനി ഭൂലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. വഹി നിലച്ചു പോവുകയാണ്. വഹിയുടെ ആ പ്രവാഹം നിലച്ചു പോവുകയാണ്. അപ്പോൾ അത് അന്ത്യദിനത്തിൻ്റെ മറ്റൊരു അടയാളമായിട്ട് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ള അടയാളങ്ങളിൽ സുപ്രധാനമായിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും പ്രവാചകൻ്റെ മരണവുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ അടയാളങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്കത് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഒന്നാമതായി ആ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളിൽ പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മിക സാംസ്കാരികമായ അധഃപതനമാണ്. മനുഷ്യരിൽ നിന്ന് ദൈവവിശ്വാസവും മൂല്യങ്ങളും ക്രമേണ ചോർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ്. ഓരോ തലമുറ കഴിയുന്തോറും സമൂഹം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വിശ്വാസവും മൂല്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എങ്ങനെയാണ്? ഹദീസ് ഖൈറുന്നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എൻ്റെ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്നു വന്ന നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്നു വന്ന നൂറ്റാണ്ടാണ്. അങ്ങനെ തലമുറകൾ പിന്നിടുന്തോറും ചങ്കൂറ്റമുള്ള ഈമാനുള്ള മുസ്ലിങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഭയഭക്തിയുള്ള നിഷ്കളങ്കരായ മുസ്ലിങ്ങൾ മരണമടഞ്ഞു പോവുകയും പകരം ധാർമ്മിക ബോധമില്ലാത്ത, വിശ്വാസമില്ലാത്ത മുസ്ലിം നാമധാരികളായ ആളുകൾ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. യദ്ഹബുസ്സാലിഹൂനൽ അവ്വൽ ഫൽ അവ്വൽ, സജ്ജനങ്ങളായ ആളുകൾ ഭൗതിക ലോകത്തുനിന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കും. വതബ്ഖാ ഹുഫാലത്തൻ കഹുഫാലത്തി ഷഈർ, ഗോതമ്പിൻ്റെയും അരിയുടെയും ഒക്കെ ചണ്ടി പോലെയുള്ള, ഉമി പോലെയുള്ള ആളുകൾ ബാക്കിയാവും. ലാ യുബാലിഹുമുല്ലാഹു ബാലത്തൻ, അവരെ അള്ളാഹു വിലവെക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളും അവരെ വിലവെക്കുകയില്ല. നാമധാരികളായ മുസ്ലിങ്ങളായിട്ടായിരിക്കും അവർ അറിയപ്പെടുക. മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ കഴിയാത്ത, മുസ്ലിം സമൂഹത്തെ മറ്റു വിഭാഗങ്ങൾ ആക്രമിക്കുമ്പോൾ അതിനെ തടുക്കുവാൻ കഴിയാത്ത, പ്രതിരോധിക്കുവാൻ കഴിയാത്ത ജീവച്ഛവങ്ങളായി അവർ മാറും എന്നാണ്. യൂഷഖുൽ അമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലത ഇലാ ഖസ്അതിഹാ, ഒരു പ്ലേറ്റിൽ കൊണ്ടുപോയി വെച്ച ഒരു ആഹാരത്തെ ചുറ്റും കൂടിയവർ എങ്ങനെയാണോ ഭക്ഷിക്കുന്നത്, ആഹാര പദാർത്ഥമാക്കുന്നത്, ഓഹരി വെക്കുന്നത്, അതുപോലെ ഈ സമൂഹത്തെ മറ്റു സമൂഹങ്ങളും മറ്റു ജനവിഭാഗങ്ങളും എല്ലാവരും അവർ മേക്കിട്ട് കയറുന്ന ഒരു വിഭാഗമായി ഈ സമൂഹം മാറും. അതിനുള്ള കാരണം ഈമാനുള്ള, തഖ്വയുള്ള, ചങ്കൂറ്റമുള്ള മുസ്ലിങ്ങൾ ഇല്ലാതായിപ്പോയി എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണുന്നത് വലാക്കിന്നക്കും ഉസാഇസൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികൾ പോലെയായിരിക്കും അവർ. വലയൻസിയന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും, മുസ്ലിങ്ങളെക്കുറിച്ച് മറ്റു സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പേടിയും ഭയവും ഇല്ലാതായിപ്പോയി. ഖുർആനെ എതിർക്കുവാനും മുസ്ലിങ്ങളെ എതിർക്കുവാനുമൊക്കെ പണ്ട് ചങ്കൂറ്റം അതിന് ധൈര്യം കാണിച്ചിരുന്നില്ല. ഇന്ന് അതിന് അവർക്ക് ധൈര്യം കാണിക്കുന്ന എന്താണ്?
വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹ്ന, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വഹൻ നിറക്കുമെന്നാണ്. അപ്പോൾ സാഹിബ് ചോദിച്ച പ്രവാചകൻ, എന്താണ് ഈ വഹൻ? പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ഈ ഭൗതിക ലോകത്തോടുള്ള അമിതമായ സ്നേഹവും ഇഷ്ടവും, ധനത്തോടുള്ള ആർത്തിയും, അതേമാതിരി മരിക്കണമെന്നും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ചിന്തയും ബോധവും ഇല്ലാതിരിക്കലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ തഖ്വയും ഈമാനും ഒക്കെ ഇല്ലാതായിപ്പോയി ജനങ്ങൾ നിങ്ങളെ വിലവെക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നത് എന്നാണ്. ഭൗതിക സുഖലോലുപതയിൽ ആഡംബരത്തിലും മടിമറന്ന് നിങ്ങൾ ജീവിക്കുകയായിരിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ മതത്തിനും വിശ്വാസത്തിനും വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായി നിങ്ങൾ മാറും എന്നാണ്. എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കുക എന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ അവർ ധനം സമ്പാദിക്കുന്നു. പലിശ വാങ്ങിയും അനന്തരാവകാശത്തിൽ ബന്ധുക്കൾക്ക് നൽകേണ്ട വിഹിതം നൽകാതെയും അത് വഞ്ചിച്ചും ചതിച്ചും കളവും വഞ്ചനയും നടത്തി ധനം സമ്പാദിച്ച് എന്നിട്ട് മാന്യത സമൂഹത്തിൽ വിലക്ക് വാങ്ങുന്ന ഒരു കാലഘട്ടം വരും. ലയത്തിയന്നാലന്നാസ് സമാനുൻ ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, അന്ന് ഒരു വ്യക്തിയും വിലവെക്കുകയില്ല പണം എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന് ആരും വിലവെക്കാത്തൊരു കാലം. അമിൻ ഹലാലിൻ ഔ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ പണം സമ്പാദിച്ചത് എന്ന് പരിഗണിക്കാതെ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ ലോകാന്ത്യത്തിൻ്റെ മനുഷ്യൻ ധാർമ്മികമായും മതപരമായും ഒക്കെ അധപ്പതിക്കുന്ന ഒരു കാലഘട്ടത്തിലെ അന്ന് ലോകാവസാനത്തിന് മുമ്പായി സമൂഹത്തിലുണ്ടാകുന്ന ഒന്നാമത്തെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത് വതുർഫഉൽ അമാന, വിശ്വസ്തത ഉയർത്തപ്പെടുന്നു എന്നാണ്. വിശ്വസിക്കാൻ പറ്റിയ, നമ്മളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അറാബി വന്ന് ചോദിച്ചു, മതസ്സാ, എപ്പോഴാണ് പ്രവാചകരെ അന്ത്യദിനം, എപ്പോഴാണ് അന്ത്യദിനം ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫന്തളിർ സാഅ, അമാനത്ത് വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ നീ അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ്. അപ്പം മനുഷ്യൻ പരസ്പരം വിശ്വാസമില്ലാതെ പരസ്പരം ആരും ആരെയും വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ആ അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക. പണ്ട് നമുക്കറിയാം, നമ്മുടെ കാര്യസ്ഥന്മാരായി മറ്റു സമൂഹത്തിലെ ആളുകളെ പോലും നമ്മൾ നിയമിച്ചിരുന്നു. അവരത് കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു. അന്ന് വിശ്വസ്തത ഉണ്ടായിരുന്നു, അമാനത്തുണ്ടായിരുന്നു. ഇന്ന് കുടുംബത്തിൽ തന്നെ വിശ്വസ്തതയല്ല, ഉപ്പാക്ക് മക്കളെ വിശ്വാസമല്ല, സഹോദരന്മാർ തമ്മിൽ വിശ്വസ്തതയല്ല, ഇല്ലേ, മക്കൾക്ക് ഉപ്പനെ വിശ്വാസമല്ല. ഇങ്ങനെ പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അത് ലോകാന്ത്യത്തിൻ്റെ അടയാളമാണ്. വയസ്ബിന്നാസിയതവാഊൻ, അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്തും, കൊള്ളക്കൊടുക്കങ്ങൾ നടത്തും, വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. പക്ഷേ വലായക്കാദു അഹദുൻ യുഅദ്ദിൽ അമാന, ഒരാളും അന്ന് വിശ്വസ്തത പൂർത്തീകരിച്ചു കൊടുക്കാൻ തയ്യാറാവുകയില്ല. വഞ്ചനയും ചതിയുമായിരിക്കും കച്ചവടത്തിലും കൊള്ളക്കൊടുക്കലിലും ഒക്കെ ഉണ്ടാകുക. അങ്ങനെയുള്ളൊരു കാലഘട്ടം വന്നാൽ അന്ന് നീ അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ് പ്രവാചകൻ്റെ മറ്റൊരു പ്രവചനം. അതുപോലെ തന്നെ പണത്തിൻ്റെ കുത്തൊഴുക്ക്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ തഖൂമന്ന സ്സാഅതു ഹത്താ യുക്സിറ ഫീകുമുൽ മാൽ ഫയഫീർ, അന്ത്യദിനം നിലവിൽ വരികയില്ല നിങ്ങളിൽ ധനം അധികരിക്കുന്നത് വരെ. ഫയഫീൽ, അത് നിറഞ്ഞൊഴുകും. എല്ലാവരുടെ കാശ്, സമ്പത്തിന് ആർക്കും പൈസക്ക് ആർക്കും ഒരു പ്രയാസമില്ലാത്ത ഒരവസ്ഥ. ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ കാണുന്നത് വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത യതതാവലൂന ഫിൽ ബുൻയാൻ എന്നാണ്. മര്യാദയ്ക്ക് വസ്ത്രമുടുക്കാൻ കഴിയാതിരുന്ന, അതേമാതിരി മര്യാദയ്ക്ക് ഒരു ചെരുപ്പോ അതേമാതിരിയുള്ള ഇത് ധരിക്കാൻ കഴിവില്ലാതിരുന്ന പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെ യതതാവലൂന ഫിൽ ബുൻയാൻ, വലിയ വലിയ ബിൽഡിങ്ങുകളും വീടുകളും ഉണ്ടാക്കി അതിൽ മത്സരിക്കുന്നൊരു കാലഘട്ടം വന്നാൽ എന്നാണ്. നമുക്കൊരു 10-20 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ചിന്തിച്ചാൽ നമുക്കറിയാം, ഇല്ലേ, വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാവരും വലിയ ബംഗ്ലാവുകളും വീടുകളും ഉണ്ടാക്കി അതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും പണ്ട് പാവങ്ങളായി കഴിഞ്ഞിരുന്ന ആളുകൾ. ഇതെല്ലാം തന്നെ അന്ത്യദിനത്തിൻ്റെ അടയാളമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്.
അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരും. എല്ലാവരും കാശുള്ള ആളുകളാണെന്ന്, എല്ലാവരുടെ അടുത്തും കാശുണ്ട്, എല്ലാവരുടെ അടുത്തും പൈസ ഉണ്ട്. ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാം, ലയത്തിയൻ അലന്നാസി സമാനുൻ യതൂഫുർ റജുലു ബിഹി ഫീഹി ബിസ്സദഖത്തി മിനൽ ദഹബ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ തൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്തായിട്ട് കുറേ സ്വർണങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി സ്വർണവുമായിട്ട് അതിന് അവകാശികളെ തെരഞ്ഞോ നടക്കും. കുറേ തെരഞ്ഞിട്ടും ആളെ കിട്ടൂല. സുമ്മലാ യജിദു അഹദൻ യൗഖുദുഹാ മിൻഹു, അത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാവും എന്നാണ്. സക്കാത്ത് കൊടുക്കാൻ അർഹനായ ആളെ അന്വേഷിച്ച് നടന്നിട്ട് അത് വാങ്ങാൻ ആളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തസദ്ദഖൂ ഫഇന്നഹു യഅതി അലൈക്കും സമാൻ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുവിൻ, പിന്നീട് നിങ്ങൾക്കൊരു കാലഘട്ടം വരും, യംശിർ റജുലു ബിസ്സദഖതി ഫലാ യജിദു മൻ യഖ്ബലുഹാ. ഒരുത്തൻ്റെ സദഖയുമായി, ധർമ്മവുമായി, ദാനവുമായി അതിന് അർഹതപ്പെട്ട ആളുകൾ അന്വേഷിച്ച് നടക്കും, പക്ഷേ അത് വാങ്ങാൻ അങ്ങനെയുള്ള ആരും തയ്യാറായി വരികയില്ല. അങ്ങനെ അവസാനം അന്വേഷിച്ച് ഒരാളവൻ കണ്ടെത്തി, പാവപ്പെട്ട ഒരു മനുഷ്യന്. അപ്പോൾ അവൻ പറയുന്നത് എന്താണ്? ലോജിയത്ത ബിയാബിൽ അംസി, ഇന്നലെ ഇനി വന്നിരുന്നെങ്കിൽ എനിക്കത് ആവശ്യമുണ്ടായിരുന്നു, ഇന്ന് എനിക്കത് ആവശ്യമല്ല, എനിക്ക് എൻ്റെ ആവശ്യം നിറവേറ്റി, എൻ്റെ അടുത്ത് കാശുണ്ട് എന്ന് പറയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രവചിച്ചത് ഇത് ഏകദേശം ഉമറുൽ ഖത്താബിൻ്റെയും ഉമർ അബ്ദുൽ അസീസിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ, ഉമർ രണ്ടാമൻ്റെയും കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിൽ സക്കാത്തും ഒക്കെ കൊണ്ട് ബൈത്തുൽ മാൽ നിറയുകയും അങ്ങനെ ദരിദ്രന്മാരില്ലാതാവുകയും ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ ലോകാവസാനത്തിന് മുമ്പ് ഉണ്ടാവുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. സമ്പത്തിൻ്റെ ആധിക്യമുണ്ടാകും. ഇങ്ങനെ സമ്പത്തിൻ്റെ ആധിക്യമുണ്ടാകുമ്പോൾ സമൂഹത്തിലെ എല്ലാ വൃത്തികേടുകളും ഉണ്ടാകുമെന്നാണ്. വയുൽഹിറു സിന, വ്യഭിചാരം വന്ന് സാർവത്രികമാകുന്നു എന്നാണ്. പരസ്യമായി വ്യഭിചാരം നടത്തുവാൻ ആളുകൾ തയ്യാറാകും എന്നാണ്. വതശീഉൽ ഫാഹിഷത, സർവനീചവൃത്തികളും സമൂഹത്തിൽ വ്യാപിക്കും എന്നാണ്. പ്രകൃതി വിരുദ്ധ പീഡനങ്ങളും ബാലപീഡനങ്ങളും അതുപോലെയുള്ള എല്ലാ വിധത്തിലുള്ള പീഡനങ്ങളും അന്ന് നടക്കും. ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ്? പിതാവ് മക്കളെ പീഡിപ്പിച്ചുവെന്നും ബന്ധുക്കളിൽ നിന്നുള്ള പീഡനങ്ങളും ഇങ്ങനെയുള്ള വാർത്തകളാണ്. പണ്ടൊന്നും കേൾക്കാത്ത വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അന്ന് അന്ത്യദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്നാണ്. മാത്രവുമല്ല അതെല്ലാം പരസ്യമായിട്ടാണ് അവൾ ചെയ്യുന്നത് എന്ന്. ജനമധ്യത്തിലും റോഡരികിലും വെച്ചാണ് ദീനകൃത്യങ്ങളും മോശമായ പ്രവർത്തനങ്ങളും വ്യഭിചാരവും ഒക്കെ നടത്തുന്നത് എന്നാണ്. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഇമാം അബൂ യഅല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സമൂഹം വല്ലദീ നഫ്സി ബിയദിഹി ലാ തുഫ്നി ഹാദിഹിൽ ഉമ്മ ഹത്താ യഖൂമ അർറജുലു ഇലൽ ഇംറത്തി ഫയഫ്തരിശുഹാ ഫിത്തരീഖ്. ഒരു മനുഷ്യൻ അന്നത്തെ ഏറ്റവും സംസ്കാരമുള്ള, അന്നത്തെ ഏറ്റവും ധാർമ്മിക ബോധമുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരസ്യമായി വ്യഭിചാര വൃത്തികളൊക്കെ നടത്തുന്ന ആളുകളോട് നിങ്ങൾക്ക് ഒരു മറയിൽ പോയിക്കൂടെ, നിങ്ങൾക്കൊരു മതിലിൻ്റെ അപ്പുറത്ത് പോയിക്കൂടെ എന്നൊക്കെ അവരോട് പറയുന്ന ആളാണ് എന്നാണ്, അല്ലേ? ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലെ ചുംബന സമരവും അതുപോലെ തന്നെ വാലൻ്റൈൻ ദിനവും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പ്രശ്നങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കണമെന്നുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മദ്യപാനം വർദ്ധിക്കും, സാർവത്രികമായിരിക്കും മദ്യപാനം. വയുക്സിറു ഷുർബൽ ഖംർ, മദ്യപാനം വർദ്ധിക്കും എന്നാണ്, അല്ലേ? മാന്യന്മാർ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടികളിലും ഇന്ന് മദ്യമാണ് വിളമ്പുന്നത്. മദ്യം എന്നൊരു അലങ്കാര വസ്തുവാണ്. കല്യാണ വീട്ടുകളിൽ രാത്രി ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് മദ്യം വിളമ്പണമെന്നാണ്. മദ്യം കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ പഴഞ്ചനാണെന്നാണ് പറയാം. നമ്മളെ വീടിൻ്റെ വാർപ്പിൻ്റെ അന്ന് നമ്മൾ പണിക്കാർക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ പോരപ്പോൾ. പണ്ടത് ബിരിയാണി മതിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ മദ്യവും കൊടുക്കണം എന്നാണ്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ പഴഞ്ചനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഇതൊന്നും തെറ്റല്ലാത്തൊരവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു. മദ്യത്തിന് വേറെ പേര് പറഞ്ഞിട്ട് കുടിക്കാൻ വൈനാണ്, അല്ലേ? അല്ലെങ്കിൽ അമിത ആൾക്കഹോളുള്ള ഹോമിയോ മരുന്ന് വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട് ലഹരി ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ലഹരിയുള്ള അരിഷ്ടങ്ങളും കഷായങ്ങളും കുടിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് സമൂഹത്തിൽ സാർവത്രികമായിരിക്കുകയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലയസ്തഹിലന്ന തായിഫത്തു മിൻ ഉമ്മത്തി അൽ ഖംറ ബിഇസ്മിൻ യുസമ്മൂനഹാ.
എൻ്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ മദ്യത്തെ മറ്റു പേരുകൾ നൽകി അവർ ഇത് ഹലാലാക്കും എന്ന് റസൂൽ പറഞ്ഞു. അപ്പം മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ എല്ലാ രൂപങ്ങളും, അത് കരരൂപത്തിലും ദ്രാവക രൂപത്തിലും ഒക്കെ ഇന്ന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ സാർവത്രികമാകുക എന്നുള്ളത് ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ കാലക്രമത്തിൽ മാറ്റം വരികയാണ് അല്ലേ? മനുഷ്യൻ സാംസ്കാരികമായും വിശ്വാസപരമായും അധപതിക്കുമ്പോൾ കാലത്തിൻ്റെ സമയക്രമത്തിൽ മാറ്റം വരികയാണ്. വയതഖാറബുസ്സമാൻ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഹദീസിൽ പറയുകയാണ്, വയതഖാറബുസ്സമാൻ, അന്ത്യദിനത്തിൻ്റെ അവസ്ഥയിൽ കാലം അടുത്തു വരും എന്നാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ ലാ തഖൂമന്ന സാഅത്തു ഹത്താ യതഖാറബുസ്സമാൻ, അന്ത്യദിനം സംഭവിക്കുകയില്ല കാലം അടുത്തു വരുന്നത് വരെ. ഫതകൂനു സനത്തു കശ്ശർ, അന്നത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ പോലെ ആയിരിക്കും. വയകൂനു ഷഹ്റു കൽ ജുമുഅ, ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെ പോലെ ആയിരിക്കുമെന്നാണ്. വതകൂനുൽ ജുമുഅ കൽ യൗം, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പോലെ. വയകൂനുൽ യൗമു കസ്സാ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ പോലെ എന്നാണ്. എന്ന് വെച്ചാൽ പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നത് സമയത്തിലെ ബർക്കത്ത് ഇല്ലാതായി പോകുമെന്നാണ് അല്ലേ? ഒന്നിനും സമയം തികയാതെ വരും. പെട്ടെന്ന് വെള്ളിയാഴ്ച ആകുന്നു, ഇന്നലെ വെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേത് ഇന്ന് വീണ്ടും വെള്ളിയാഴ്ചയായി. റമദാൻ കുറച്ച് മുമ്പാണ് കഴിഞ്ഞു പോയത്, വീണ്ടും റമദാൻ വന്നു. എല്ലാം പെട്ടെന്ന് നടക്കുന്നത് പോലെ ഉണ്ടാകുന്നൊരവസ്ഥ ലോകാന്ത്യത്തിന് മുമ്പ് ഉണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ ഭൂകമ്പങ്ങളുടെ വർധന, അന്ത്യദിനത്തോടനുബന്ധിച്ച് ഭൂകമ്പങ്ങളും അതുപോലെയുള്ള നാശനഷ്ടങ്ങളും വർദ്ധിക്കും. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅത്തു ഹത്താ തുക്സിറ സൽസാൽ, അന്ത്യദിനം അധികരിക്കുന്നത് വരെ ലോകാന്ത്യമുണ്ടാവുകയില്ല എന്നാണ്. 20-ാം നൂറ്റാണ്ടിൽ പിറന്നതിന് ശേഷം ഓരോ മാസവും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ശക്തമായതും അതേമായി ദുർബലമായതും. നമ്മളതിന് ഭൗതികമായി പല പേരുകൾ നൽകിയാലും അതെല്ലാം തന്നെ അന്ത്യദിനത്തിൻ്റെ അടയാളത്തിലേക്ക്, ലോകം നശിക്കുന്നതിലേക്കുള്ള അടയാളമായിട്ട് ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇനിയും ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ജനങ്ങൾ മതനിയമങ്ങളിൽ നിന്ന് അകന്ന് താന്തോന്നികളായി ജീവിതം നയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷകളായിട്ട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഭൗതിക ലോകത്ത് സംഭവിക്കും. ഫിത്തനകളുണ്ടാകും, നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകും. ആ കുഴപ്പങ്ങളിൽപ്പെട്ട് മാനവലോകമാകെ പ്രയാസപ്പെടുന്ന അവസ്ഥകളുണ്ടാകും എന്നാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഭൗതിക ലോകത്ത് വെച്ച് ഇത്തരം ശിക്ഷകൾ അള്ളാഹു മനുഷ്യർക്ക് നൽകും. മനുഷ്യൻ നല്ല അവസ്ഥയിലേക്ക്, നല്ല മനുഷ്യനായി ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത്തരം ശിക്ഷകൾ നൽകുക എന്നാണ്. അപ്പോൾ ഭൗതിക ലോകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ത്യദിനത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ്. ഇത്തരമൊരു അവസ്ഥയിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനും ഒക്കെ തന്നെ അത് മുറുകെ പിടിക്കുകയും അതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യണം എന്നാണ്. സുൽത്താൻ്റെ ഹദീസിലുണ്ട്, ലാ യസാലു തായിഫത്തു മിൻ ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം അവർ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും, എന്ത് പ്രതിസന്ധികളും എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്നാണ്. അങ്ങനെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ പതറാതെ ഏത് പ്രശ്നങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും നമ്മുടെ തഖ്വയും ഈമാനും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക്, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ച തമ്പുരാൻ അവിടെ രോഗങ്ങളെല്ലാം തന്നെ ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അമൽ ചെയ്യുവാൻ അവർക്ക് അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് എല്ലാം തന്നെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.